മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് കോടികൾ. പ്രതിവാര ടെലിവിഷൻ പരിപാടി നാം മുന്നോട്ടിനായി 9 വർഷത്തിനിടെ ചെലവഴിച്ചത് 25 കോടിയോളം രൂപയാണ്. നിർമ്മാണ ചുമതല വഹിക്കുന്ന പാർട്ടി ചാനലിലും നൽകുന്നത് കോടികളാണ്. ഇതിൻ്റെ വിവരാവകാശ രേഖ ജനം ടിവിക്ക് ലഭിച്ചു. പ്രജിത്ത് മോഹനാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രജിത്ത്, 25 കോടിയോളം രൂപ PR വർക്കിന്, അതും സാധാരണ നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ധൂർത്തെല്ലാം നടക്കുന്നത് കടുത്ത സാമ്പത്തിക ഞെരുക്കമെന്ന് സർക്കാർ പറയുമ്പോൾ തന്നെയാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഈ നേരത്തെ നാം മുന്നോട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത നൽകിയിരുന്നു. പ്രത്യേകിച്ച് ബജറ്റ് വിഹിതത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്കായി വീണ്ടും പണം അനുവദിക്കുന്ന ഒരു സാഹചര്യം. അത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് ഈ പണം അനുവദിച്ചത്. അതിനെ സംബന്ധിച്ച വാർത്ത നൽകുമ്പോഴാണ് ഈ നാം മുന്നോട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു RTI നൽകുന്നത്. RTI നൽകുമ്പോൾ പുറത്തു വന്ന കണക്കുകൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്നതാണ്. കാരണം സംസ്ഥാന ചരിത്രത്തിൽ ഇതിനു മുൻപൊരു മുഖ്യമന്ത്രി ഇത്രയധികം തുക PR പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഓരോ തവണയും ഇത്തരം കണക്കുകൾ പുറത്തു വരുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയൊക്കെ ഹോർഡിംഗ് വെക്കാനൊക്കെ ചെലവഴിച്ച ലക്ഷങ്ങളെ കോടികളെ പറ്റിയൊക്കെ നമ്മൾ വാർത്ത ജനം TV പുറത്തുവിട്ടതാണ്. വിവിധ പരസ്യങ്ങൾക്കും മറ്റുമായി എത്ര കോടി ഉപയോഗിച്ചു എന്നുള്ളതും വാർത്ത പുറത്തുവിട്ടതാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ PR എക്സസൈസ്, അതിനുപയോഗിച്ച പണം, ഇത്തരം കാര്യങ്ങളെല്ലാം ആദ്യം പുറത്തു കൊണ്ടുവന്നത് ജനം TVയാണ്. ഇപ്പോൾ സമാനമായ രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്ന് പറയുന്ന TV ഷോയ്ക്ക് വേണ്ടി ചെലവഴിച്ച പണത്തിൻ്റെ കണക്കുകൾ. അത് ഞെട്ടിക്കുന്നതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 215 എപ്പിസോഡുകളാണ് 2025 ഫെബ്രുവരി വരെ, 212 എപ്പിസോഡുകൾ ഇതുവരെ നാം മുന്നോട്ടിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഈ 212 എപ്പിസോഡുകൾക്കായി സർക്കാർ ഇതുവരെ ചെലവഴിച്ച തുക എന്ന് പറയുന്നത് 24,96,76,291 രൂപ. ഏതാണ്ട് 25 കോടിയോളം രൂപയാണ് ഈ പറയുന്ന 212 എപ്പിസോഡുകൾക്കായി സർക്കാർ ചെലവഴിച്ചത്. ഇതിൻ്റെ നിർമ്മാണ ചുമതലയുണ്ട്. ഒപ്പം തന്നെ ഈ ചില ചാനലുകളിലൊക്കെ ഇത് ചെയ്യുന്നതിനുള്ള കൊടുത്തിട്ടുള്ള പണമുണ്ട്, ഈ ചാനലുകൾക്ക് അനുവദിച്ച തുകയുണ്ട്. അങ്ങനെ അത്രയും കോടി രൂപയാണ് സർക്കാർ ഇത്ര വർഷത്തിനുള്ളിൽ ചെലവഴിച്ചതെന്നുള്ളതാണ്. ഓരോ സാമ്പത്തിക വർഷവും കോടികളുടെ കണക്ക് എടുത്ത് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ 2017-18 സാമ്പത്തിക വർഷമാണ് ഇത് തുടങ്ങുന്നത്. അന്ന് 1,72,24,915. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ 2019-20 വരുമ്പോൾ 4,22,00,000. 2020-21 സാമ്പത്തിക വർഷത്തേക്ക് വരുമ്പോൾ 5,49,00,000. അങ്ങനെ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ്. ഇപ്പോൾ ഏറ്റവും 2022-23 കാലത്ത് 6,89,378. 2023-24 സാമ്പത്തിക വർഷം 4,52,59,000 രൂപ. അങ്ങനെ ഓരോ വർഷവും കൂടുന്തോറും ഇതിന് ചെലവഴിക്കുന്ന തുക കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിൻ്റെ ധൂർത്ത് സംബന്ധിച്ച നിരവധി വാർത്തകൾ നമ്മൾ പുറത്തുവിടുന്നുണ്ടായിരുന്നു. സമാനമായൊരു ധൂർത്ത് തന്നെയാണ് ഈ നാം മുന്നോട്ട് ടെലിവിഷൻ ഷോയ്ക്ക്, മുഖ്യമന്ത്രിയുടെ ടെലിവിഷൻ ഷോയ്ക്ക് വേണ്ടി സർക്കാർ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഈ പരിപാടി കൊണ്ടുള്ള പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാധനമാണ്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സർക്കാർ ഈ വിവരാവകാശ നടപടിയിൽ തന്നെ പറയുന്നത്, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾക്കുണ്ടാകുന്ന ആധികാരികതയ്ക്കും വിശ്വാസ്യതയ്ക്കും വേണ്ടിയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. സർക്കാർ ചെയ്യുമ്പോഴല്ല, അത് മുഖ്യമന്ത്രി പറയുമ്പോൾ മാത്രമാണ് അതിന് ആധികാരികതയും വിശ്വാസ്യതയും ഒക്കെ വരുന്നത് എന്നുള്ളതാണ് ഈ വിവരാവകാശ മറുപടിയിൽ PRD നൽകുന്ന മറുപടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധ. എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇതിൽ പാർട്ടി ചാനലിലൊക്കെ ഇതിൻ്റെ നിർമ്മാണ ചുമതലയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളതും വലിയ തുകയാണ്. അതായത് 3,40,93,532 രൂപയാണ് ഈ പറയുന്ന 212 എപ്പിസോഡുകളുടെ നിർമ്മാണ ചുമതലയ്ക്കായി പാർട്ടി ചാനലിലും നൽകിയിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടി കോടികളും, സ്വന്തം മുഖമിരിക്കുന്നതിന് വേണ്ടി കോടികളും ചെലവഴിക്കുന്ന സർക്കാരാണ്. അപ്പോഴാണ് ഒരു വശത്ത് ആശാ വർക്കേഴ്സ് സമരം തുടരുന്നു, മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നു, വകുപ്പുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്നു, നിയമന നിരോധനം പോലും ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് സർക്കാർ പോകുന്നതും. വീണ, ഓക്കെ, ശരി പ്രജിത്ത്.